കനത്ത മഴയാണ്. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ പാലക്കാട് മലമ്പുഴ ഡാമും വയനാട് ബാണാസുര സാഗർ ഡാമും തുറന്നു. മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം തുറന്നു. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അതുപോലെ ഈ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്നത് കാണാൻ അവിടെയും ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എത്രയായാലും ഈ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുക എന്ന് പറയുന്നത് ഒരു കൗതുകമാണ്. അപ്പോൾ അതങ്ങനെ തുറന്നു കാണുന്ന മനോഹരമായ കാഴ്ചയാണെങ്കിലും താഴെ ഒഴുകി വരുന്ന അതിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർക്കൊന്നും അത്ര സുഖകരമായ കാഴ്ചയല്ല. അത് കാഴ്ച ഭംഗിക്കപ്പുറം വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഷട്ടർ തുറക്കലൊക്കെ. ആശങ്കയില്ല എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തമിഴ്നാട് വാൽപ്പാറയിലെ ഷോളയാർ ഡാം തുറന്നതിനെ തുടർന്ന് അതിരപ്പള്ളി വനമേഖലയിലേക്ക് അധിക ജലം ഒഴുകിയെത്തും. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 135 അടിയായി. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ കടലിൽ കാണാതായ 2 പേരുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തി. കണ്ണൂർ കായലോട് സ്വദേശി ഫർഹാൻ റൌഫിന്റെയും തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ മത്സ്യത്തൊഴിലാളി ആന്റണിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പാലക്കാട് വാണിയംകുളത്ത് ശക്തമായ മഴയിൽ വീട് തകർന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ മലമ്പുഴയിൽ നിന്ന്, സുർജിത്ത്, രാഹുൽ വിജയൻ, അലക്സറ മുഹമ്മദ്, ശ്രീജിത്ത് ശ്രീകുമാരൻ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ശ്രീജിത്തിലേക്ക് തന്നെ പോകുന്നു. ശ്രീജിത്ത്, മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നു. കൃത്യമായ മുന്നറിയിപ്പൊക്കെ നൽകിയാണ് തുറന്നത്. എങ്ങനെയാണ് ഷട്ടറുകൾ തുറന്നത് മൂലമുള്ള ജലനിരപ്പിന്റെ വർധന? ശ്രീജിത്ത്. ഹാഷ്മി, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും രാവിലെ 10:15 കൂടി ഇതാ എനിക്ക് ഈ സൈഡിൽ കാണുന്ന ഈ മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകളും തുറന്നു. ആദ്യം രണ്ടാമത്തെ ഷട്ടറാണ് തുറന്നത്. അതിനുശേഷം 3, അതിനുശേഷം അപ്പുറത്ത് ഏറ്റവും ഒടുവിൽ 4-ാമത്തെ ഷട്ടർ. അങ്ങനെയാണ് ഷട്ടറുകൾ തുറന്നിരിക്കുന്നത്. എന്തായാലും 111.24 എന്ന ക്രമത്തിലാണ് മീറ്റർ, ആ ക്രമത്തിലാണ് വെള്ളം നിലവിലുണ്ടായിരുന്നത്. ഇത് ശരിക്കും ജൂലൈ 2 അല്ലെങ്കിൽ ജൂലൈ 3 ഒക്കെ ആകുമ്പോഴേക്കും മാത്രമേ ഇത്രയധികം വെള്ളം മലമ്പുഴ ഡാമിൽ ഉണ്ടാകാറുള്ളൂ, അങ്ങനെ ഉണ്ടാകാൻ പാടുള്ളൂ. ആ സമയത്ത് മാത്രമാണ് നേരിയ തോതിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറയുകയും ചെയ്യും. അപ്പോൾ പിന്നെ തുറക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാ തവണയും ഇത് നേരത്തെ തന്നെ ആകുന്ന 111.24 അല്ലെങ്കിൽ 112 എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ 115.6 മീറ്ററാണ് ഈ ഡാമിൻ്റെ ജലസംഭരണ ശേഷിയുള്ളത്. അത് എത്തുമ്പോഴാണ് തുറന്ന് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുള്ളത്. എന്തായാലും ഇപ്പോൾ 111.24 മീറ്റർ എത്തിയപ്പോൾ തന്നെ 5 സെന്റിമീറ്റർ, 4 ഷട്ടറും ഇപ്പോൾ 5 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിട്ടുള്ളത്. ഈ 5 സെന്റിമീറ്റർ ഉയർത്തി വെള്ളം ഭാരതപ്പുഴയിലേക്കും ഗായത്രിപ്പുഴയിലേക്കും ഒക്കെ ഒഴുക്കി വിടുകയാണ്. ഇപ്പോൾ തന്നെ നിലവിൽ ഗായത്രിപ്പുഴയിൽ കാര്യമായ രീതിയിലുള്ള ഭാരതപ്പുഴയിലും ഗായത്രിപ്പുഴയിലും ഒക്കെ കാര്യമായ രീതിയിലുള്ള നീരൊഴുക്ക് ശക്തമാണ്. എന്തായാലും നിരവധി ആളുകളാണ് ഈ ഡാം തുറക്കുന്ന കാഴ്ച, നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ അവർക്കൊരു കാഴ്ച തന്നെയാണ്. അത് കാണാൻ വേണ്ടി ഈ മേഖലയിലേക്കൊക്കെ എത്തിച്ചേർന്നത്. രാവിലെ ഒരു 10:15 കൂടി കുറേയധികം ആളുകൾ എത്തിച്ചേർന്നു. എന്തായാലും ഗായത്രിപ്പുഴയിലുള്ള ജലനിരപ്പ് കൂടിയിട്ടുണ്ട്. ഭാരതപ്പുഴയിലും പട്ടാമ്പിയിലും ഷൊർണൂരും ഒറ്റപ്പാലത്തും ഒക്കെ ജലനിരപ്പ് കൂടിയ അവസ്ഥ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മീൻ പിടിക്കാൻ വെള്ളത്തിൽ ഇറങ്ങരുത്, കുളിക്കാൻ ഇറങ്ങരുത് എന്ന കർശനമായ നിർദ്ദേശമൊക്കെ ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു. എല്ലാ പഞ്ചായത്തുകളിലും, അതായത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള എല്ലാ പഞ്ചായത്തുകളിലും മൈക്ക് അനൗൺസ്മെന്റ് വിവിധ പഞ്ചായത്തുകളും നഗരസഭകളും ഒക്കെ ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞു. എന്തായാലും ഇപ്പോൾ 4 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. കാര്യമായ രീതിയിൽ ഇപ്പോൾ മഴ പെയ്യുന്നില്ല. പക്ഷേ ആകാശം കാർമേഘാവൃതമാണ്. യെല്ലോ അലർട്ടാണ് നിലവിൽ. കഴിഞ്ഞ ദിവസം ഓറഞ്ച് അലർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് യെല്ലോ അലർട്ടാണ് പാലക്കാട് ജില്ലയിലുള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രത വേണമെന്ന നിർദ്ദേശമാണ്. സുന്ദരമായ കാഴ്ചയാണ്. അതിനപ്പുറത്തേക്ക് കർശനമായ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകി കഴിഞ്ഞു. കാഴ്ചയ്ക്ക് അത് സുന്ദരമാണെങ്കിലും അതിന്റെ തീരപ്രദേശത്ത് താമസിക്കുന്നവർക്ക് അത്ര സുന്ദരമായ കാഴ്ചയല്ല എന്ന കാര്യം ഉറപ്പുമാണ്. സുർജിത്ത് അയ്യപ്പത്ത് കുറിച്ചിരുന്നു. സുർജിത്ത്, ഈ പറയുന്ന കരമാൻ തോട്, പനമരം പുഴ, കബനിപ്പുഴ, ഇതിന്റെ തീരങ്ങളിലെ നിലവിലെ അവസ്ഥ എന്താണ്? അവിടുത്തെ ആൾക്കാർ സ്വീകരിക്കേണ്ട അഡീഷണൽ ജാഗ്രത എന്തൊക്കെയാണ് സുർജിത്ത്? ഹാഷ്മി, നിലവിൽ വെള്ളം അവിടേക്ക് എത്തിയിട്ടില്ല. ആ ഭാഗത്തേക്ക് എത്താൻ അല്പം സമയമെടുക്കും. ഏതാണ്ട് 10 മണിക്ക് ശേഷമാണ് ഡാം തുറന്നത്. ഡാമിൻ്റെ ജലനിരപ്പ് എന്ന് പറയുന്നത് 768 മീറ്ററായ റെഡ് അലേർട്ടാണ്. ഇത് 1.5 മീറ്ററോളം ഉയരത്തിലാണ് വെള്ളമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ അധിക ജലം തുറന്നുവിടാൻ വേണ്ടി തീരുമാനിച്ചത്. എന്തായാലും ഒരു ഷട്ടർ തുറന്നു. ഇനി വേണ്ടത് ജാഗ്രതയാണ്. പനമരം പുഴ, കബനിപ്പുഴ തീരങ്ങളിലുള്ളവർക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കാരമൻതോട് വഴി നേരെ പന്തിപ്പൊയിൽ ഭാഗത്തേക്കാണ് ഈ പുഴ എത്തുന്നത്. പന്തിപ്പൊയിൽ നിന്ന് പുതുശ്ശേരിക്കടവ്, മുണ്ടക്കുറ്റി, ചേരിയംകുല്ലി, പിന്നെ ഇത് പനമരം പുഴയുടെ ഭാഗമാകും. അതിനുശേഷം അത് കൂടൽക്കടവിൽ ചേരും. കൂടൽക്കടവിൽ മാനന്തവാടി പുഴയോട് ചേർന്ന് നേരെ കബനിയാകും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോക്ക്. കബനിപ്പുഴ നേരെ പോകുന്നത് ആ പ്രദേശം എന്ന് പറയുന്നത് നേരെ കർണാടകയിലേക്കാണ്, ബീച്ചനഹള്ളി അണക്കെട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെയൊക്കെ വലിയ ഒരു കൗതുകത്തോടു കൂടി തന്നെ ആളുകളെല്ലാം തന്നെ തടിച്ചുകൂടി നമുക്ക് കാണാം. ഈ റോഡരികിലൊക്കെ ആളുകൾ ഇത് തുറക്കുന്നതിന് തൊട്ട് മുമ്പായി ഇവിടെ നിലയുറപ്പിച്ച് നിൽക്കുന്ന ആ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. എവിടെയാണ് വീട്? ഇവിടെ തന്നെയാണ്. സിവിൽ ഡിഫൻസിലുണ്ട്.
അവർ സിവിൽ ഡിഫൻസിന്റെ ആളുകളാണ്. ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഇതിനു വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായാൽ, ഈ വെള്ളക്കെട്ടും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നേരിട്ടാൽ സ്വാഭാവികമായും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സിവിൽ ഡിഫൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പോലീസ് ഈ പുഴയിൽ ഇറങ്ങുന്ന ആളുകൾക്ക് അങ്ങനെ ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷേ ജലാശയങ്ങളിൽ ഇറങ്ങുന്നത് അപകട ഭീഷണിയാകും, അതുകൊണ്ട് തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് വയനാട് SP അറിയിച്ചിട്ടുള്ളത്. ഇതൊരു കൗതുകമാണ്. നേരത്തെയൊക്കെ, അതായത് മുൻകാലങ്ങളിൽ തുറക്കുമ്പോഴൊക്കെ ഈ മീൻ പിടിക്കാനും മറ്റും ആളുകൾ ഇങ്ങനെ പുഴയിൽ ഇറങ്ങുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ആ രീതി ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ കീഴ്ത്തടങ്ങളിലേക്ക് പുഴ എത്തുമ്പോൾ അത് ഒരുപക്ഷെ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നതുകൊണ്ട് വലിയ ആശ്വാസമുണ്ട്. വെള്ളം പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വെള്ളം വലിയുന്നുണ്ട്. അതൊരു ആശ്വാസകരമായ സൂചനയാണ്. അതുകൊണ്ട് തന്നെ അത്ര വലിയ രീതിയിലുള്ള ആശങ്ക വേണ്ട എന്നുള്ള ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഇനി അഥവാ വെള്ളം കയറുന്ന സാഹചര്യം, മഴ ശക്തിപ്പെട്ട് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുക എന്നതുൾപ്പെടെയുള്ള ആ ഒരു നടപടിയിലേക്ക് കടക്കുമെന്ന് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹാഷ്മി. ഓക്കെ, സുർജിത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.